നമസ്കാരം. ആത്മീക യാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരുപാട് ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളെക്കുറിച്ചും അതുപോലെ തന്നെ സ്വിച്ച് ബോർഡുകളെക്കുറിച്ചും മാത്രമല്ല താന്ത്രിക വഴിപാട് രീതികളെക്കുറിച്ചും നമ്മുടെ ഈ ചാനലിലൂടെ കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെയും വളരെ ഫലപ്രദമായ ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിനെ കുറിച്ചാണ് കാണുവാൻ പോകുന്നത്. നിങ്ങളിൽ പലർക്കും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ ചെയ്ത് അവരുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കുവാൻ സാധിച്ചു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷം. നമ്മൾ എന്താണോ ചോദിക്കുന്നത് അത് ഈ പ്രപഞ്ചശക്തി നമ്മളിലേക്ക് കൊണ്ട് എത്തിച്ചു തരുന്നതായിരിക്കുമെന്ന് നമ്മുടെ പല വീഡിയോകളിലൂടെയും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെയും പറയുന്നത്. നിങ്ങൾ ന്യായമായ ഏത് കാര്യങ്ങളാണ് ഈ പ്രപഞ്ചത്തിനോട് ചോദിക്കുന്നത് എന്നുണ്ടെങ്കിലും ആ ന്യായമായ കാര്യങ്ങളെ നിറവേറ്റി തരുവാൻ ഈ പ്രപഞ്ചശക്തിയോടൊപ്പം തന്നെ നമ്മുടെ ഇഷ്ടദൈവങ്ങളും നമ്മുടെ കുലദൈവങ്ങളും നമ്മളെ അനുഗ്രഹിക്കുന്നതായിരിക്കും. അതിൽ യാതൊരുവിധ സംശയവും വേണ്ട. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത് പരിപൂർണമായ വിശ്വാസത്തോടുകൂടിയും നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടന്നു കിട്ടുമെന്നുള്ള ആ ഒരു പോസിറ്റീവായിട്ടുള്ള ചിന്താഗതിയോടുകൂടിയും മാത്രം നിങ്ങൾ ഏതൊരു പരിഹാരങ്ങളോ അല്ലെങ്കിൽ വഴിപാടുകളോ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളോ സ്വിച്ച് ബോർഡുകളോ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഒരു തരി പോലും വിശ്വാസമില്ലാതെ നിങ്ങൾ ചെയ്തു നോക്കുകയാണ് എങ്കിലും എൻ്റെ കാര്യങ്ങളൊന്നും നടന്നു കിട്ടുന്നില്ല എന്ന് പറയുന്നവർ വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ, അതായത് നിങ്ങൾ ഈ പ്രപഞ്ചത്തെ എത്രമാത്രം സ്നേഹിക്കുന്നുവോ എത്രമാത്രം വിശ്വസിക്കുന്നുവോ അത്രയും വിശ്വാസവും സ്നേഹവുമായിരിക്കും നിങ്ങൾ തിരിച്ചും പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പല വീഡിയോകളിലൂടെയും പറയുന്നത്, നിങ്ങൾ ഈ പ്രപഞ്ചത്തിൻ്റെ മുൻപിൽ എപ്പോഴും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനോ സംസാരിക്കുവാനോ അതുപോലെ തന്നെ പ്രവർത്തിക്കുവാനോ പാടില്ല. മറിച്ച് നിങ്ങളെക്കൊണ്ട് എല്ലാം സാധിക്കും, നമ്മളെക്കൊണ്ട് നേടിയെടുക്കുവാൻ പറ്റും, എനിക്ക് ഈ കാര്യം നടന്നു കിട്ടും എന്നുള്ള ആ ഒരു പോസിറ്റീവായിട്ടുള്ള ചിന്താഗതിയോടുകൂടി മാത്രം നിങ്ങൾ ഏതൊരു കാര്യങ്ങളും തുടങ്ങുക. അതല്ലാതെ നമ്മളെക്കൊണ്ട് പറ്റില്ല എന്ന് നമ്മൾ തന്നെ നമ്മളെ താഴ്ത്തി വയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉയരുവാൻ ഒരു സാധ്യതയും ഇല്ലാതെ വരും. ഇങ്ങനെയുള്ള ഓരോ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളും ഈ പ്രപഞ്ചത്തിൻ്റെ പ്രാർത്ഥനകളും എല്ലാം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ തീർച്ചയായും ജീവിതത്തിൻ്റെ വേറൊരു തലത്തിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ നമ്മുടെ ഏതു തരത്തിലുള്ള ആഗ്രഹങ്ങളെയും നിറവേറ്റിയെടുക്കുവാനായി ഇന്ന് നമ്മൾ ഏത് മെത്തേഡാണ് ഉപയോഗിക്കുവാൻ പോകുന്നത് എന്ന് കാണാം. ഇതിനായി നിങ്ങൾക്ക് പീരിയഡ് സമയങ്ങളിൽ ചെയ്യാമോ, അതല്ല നോൺ വെജ് കഴിച്ചിട്ടുണ്ട്, പുലമലായ്മ ഉണ്ട്, ഞങ്ങൾക്കിതെല്ലാം ചെയ്യാമോ, അതുപോലെ തന്നെ നിരന്തരമായി ഒരേ സ്ഥലത്തിരുന്നു കൊണ്ട് തന്നെ ചെയ്യണോ എന്നൊന്നും നിർബന്ധമില്ല. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ഒരു മെത്തേഡ് പ്രയോഗിക്കാവുന്നതാണ്. പക്ഷേ മാക്സിമം കിടന്നുറങ്ങുവാൻ പോകുന്നതിന് തൊട്ട് മുൻപേ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് പ്രയോഗിച്ച് കിടന്നുറങ്ങുവാൻ പോകുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിന് പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് ഫലം എത്തിക്കുന്നതായിരിക്കും. മാത്രമല്ല എത്ര ദിവസം ചെയ്യണമെന്ന് പലർക്കും സംശയമുള്ള ഒരു കാര്യമാണ്. കുറഞ്ഞത് 11 ദിവസമെങ്കിലും നിങ്ങൾ ഈ കാര്യം ചെയ്യേണ്ടതാണ്. അതായത് തുടർച്ചയായി 11 ദിവസം ചെയ്യണം. അതല്ലാത്ത പക്ഷം നിങ്ങൾക്ക് എത്ര ദിവസങ്ങൾ വേണമെങ്കിലും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിയെടുക്കുന്നത് വരെയും ഇത് ചെയ്യാവുന്നതാണ്. വെറും 3 ദിവസം കൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ച 3 കാര്യങ്ങൾ നടന്നു കിട്ടുമെന്ന് പറയുമ്പോൾ ചിലർക്കെങ്കിലും വിശ്വസിക്കുവാൻ പ്രയാസമായിരിക്കും. എങ്കിലും തീർച്ചയായും ആഗ്രഹിച്ചത് നടന്നു കിട്ടാൻ വെറും 3 ദിവസം മാത്രം മതിയാകുന്നതാണ്. പക്ഷേ നിങ്ങൾ ഈ ഒരു താന്ത്രികം ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് കുറഞ്ഞത് 11 ദിവസമായിരിക്കണം. അപ്പോൾ എന്താണ് ആ മെത്തേഡ് എന്ന് നമുക്ക് കാണാം. അതിനു മുൻപേ നിങ്ങളുടെ കയ്യിൽ ഒരു ചുവന്ന നിറത്തിലുള്ള മഷിയുള്ള പേന ഉണ്ടായിരിക്കണം. ഇത് മാത്രം മതി നമുക്ക് ഈ ഒരു മെത്തേഡ് ചെയ്യുവാനായിട്ട്. ഇനി നമുക്ക് നമ്മുടെ വലതു കാലിലെ പാദങ്ങൾക്ക് ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ആ വിരലുകൾക്ക് താഴെയുള്ള ഈ റൗണ്ട് ചെയ്തിരിക്കുന്ന ഈ സ്ഥലത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങൾ എഴുതേണ്ടതാണ്. നിങ്ങൾ ഇങ്ങനെ ഒരൊറ്റ കാര്യം മാത്രം എഴുതുക. ഉദാഹരണത്തിന് വിവാഹത്തിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് എങ്കിൽ എൻ്റെ വിവാഹം നടന്നു കിട്ടി എന്നെഴുതുക. അതുപോലെ തന്നെ പണം സംബന്ധിച്ചുള്ള കാര്യമാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് എത്ര രൂപയാണോ വേണ്ടത് അത് വന്നു കിട്ടി എന്നെഴുതുക. അങ്ങനെ നിങ്ങൾക്ക് എന്താണോ കാര്യങ്ങൾ, തൊഴിൽ തടസ്സമാണെങ്കിൽ എൻ്റെ തൊഴിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നെഴുതുക. ഇങ്ങനെ ചുരുങ്ങിയ വാക്കിൽ നിങ്ങൾ നിങ്ങളുടെ ഈ വലത് കാലിലെ വിരലിന് താഴെയായി എഴുതുവാനായിട്ട് ശ്രമിക്കുക. ചുവന്ന നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ട് തന്നെ എഴുതേണ്ടതാണ്. ഇങ്ങനെ എഴുതി കഴിഞ്ഞതിന് ശേഷം ഒരു 2 മിനിറ്റ് നിങ്ങൾ കണ്ണുകൾ അടച്ച് നിങ്ങൾ ആ എഴുതിയിരിക്കുന്ന കാര്യം നടന്നു കിട്ടിയതായി സങ്കല്പിച്ച് നിങ്ങളുടെ മനസ്സിൽ ആ സന്തോഷത്തെ ഉൾക്കൊള്ളുക. അതിനുശേഷം നിങ്ങൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട്, നിങ്ങൾ താഴെ ഇരുന്നു കൊണ്ടോ അതല്ലെങ്കിൽ കട്ടിലിൽ ഇരുന്നു കൊണ്ടോ ആണ് നിങ്ങളുടെ വലതു കാലിൽ ഇത് എഴുതുന്നത്. അതിനുശേഷമാണ് നിങ്ങൾ സങ്കല്പിക്കുന്നത് ആ ആഗ്രഹം നടന്നു കിട്ടിയാൽ എത്രമാത്രം സന്തോഷമുണ്ടാകുമോ ആ സന്തോഷം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ എഴുന്നേറ്റ് നിന്ന് 11 തവണ ഈ ഭൂമിയിലേക്ക് ഈ പാദം വെച്ച് നമ്മൾ തട്ടേണ്ടതാണ്. 11
11 തവണ തട്ടുമ്പോഴും നമ്മുടെ ആഗ്രഹം നടന്നു കിട്ടിയ ആ സന്തോഷം ഫീൽ ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഈ 11 പ്രാവശ്യം ഇങ്ങനെ തട്ടുന്നത്. ഇങ്ങനെ നിങ്ങൾ തുടർച്ചയായി 11 ദിവസവും നിങ്ങളുടെ ഇതേ ആഗ്രഹം തന്നെ നിങ്ങൾ എഴുതേണ്ടതാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് 1, 2, 3 ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതാവുന്നതാണ്. കുറഞ്ഞത് 3 ആഗ്രഹങ്ങൾ വരെ ഇതുപോലെ ഒരൊറ്റ സമയത്ത് തന്നെ നമുക്ക് എഴുതാം. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യമാണ് നമ്മൾ എഴുതുന്നത് എന്നുണ്ടെങ്കിൽ ആ കാര്യം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നടന്നു കിട്ടുന്നതായിരിക്കും. വീണ്ടും 11 ദിവസത്തിനു ശേഷം ഇതേപോലെ നിങ്ങൾക്ക് വേറെ ആഗ്രഹങ്ങൾ എഴുതിയിട്ട് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാവുന്നതാണ്. വളരെ ഫലപ്രദമായതും അതുപോലെ തന്നെ ഈ പ്രപഞ്ചവും നമ്മളും തമ്മിലുള്ള ഒരു കണക്ടിവിറ്റി കൊണ്ടുവരുവാൻ സാധിക്കുന്നതുമായ ഒരു മെത്തേഡാണ്. ചിലരെങ്കിലും ചോദിക്കും, കാൽപാദങ്ങളിലെല്ലാം എഴുതിയാൽ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ എങ്ങനെ നിറവേറ്റിയെടുക്കുവാൻ സാധിക്കുമെന്ന്. നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക. തീർച്ചയായും നിങ്ങളുടെ ഏതെങ്കിലും ഒരു ആഗ്രഹമെങ്കിലും നടന്നു കിട്ടാതിരിക്കില്ല. കാരണം ഒരുപാട് പേർക്ക് ഫലം കണ്ട ഒരു മെത്തേഡാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചത്. ഇങ്ങനെ 11 തവണ ഈ ഭൂമിയിലേക്ക് നമ്മുടെ പാദത്തെ, അതായത് നമ്മൾ ഏത് കാലിലാണോ എഴുതിയിരിക്കുന്നത് ആ കാൽപാദം മാത്രം ടാപ്പ് ചെയ്തതിനു ശേഷം നമ്മൾ കിടന്നുറങ്ങാവുന്നതാണ്. ഇതിനായാണ് ഞാൻ രാത്രിയിൽ ഉറങ്ങുവാൻ പോകുന്നതിന് മുന്നേ ചെയ്യുവാനായിട്ട് പറയുന്നത്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. പക്ഷെ രാത്രിയിൽ ഉറങ്ങുവാൻ പോകുന്നതിന് തൊട്ട് മുൻപേ ചെയ്ത് കിടക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ മാറ്റങ്ങളെ തിരിച്ചറിയുവാൻ സാധിക്കുന്നതായിരിക്കും. ഇനി ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ ഇങ്ങനെ എഴുതുന്നതോ അതല്ല നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടന്നു കിട്ടണമെന്ന് നിങ്ങൾ പ്രപഞ്ചത്തോട് പ്രാർത്ഥിക്കുന്നതോ നിങ്ങളുടെ ആഗ്രഹം നടന്നു കിട്ടുന്നത് വരെയും നിങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കാതിരിക്കുക. കാരണം നമ്മുടെ ശത്രുക്കൾ എന്ന് പറയുന്നത് നമ്മുടെ കൂടെ തന്നെ ഉള്ളവരാണ്. ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നത്. ഇതെല്ലാവരും തന്നെ അത് ശരിയായ രീതിയിൽ ഉൾക്കൊള്ളണം എന്നില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ ന്യായമായ കാര്യങ്ങളായിരിക്കും നിങ്ങൾ എഴുതുന്നത് എങ്കിലും കൂടി നിങ്ങൾ മറ്റുള്ളവരുമായി നിങ്ങളുടെ ആഗ്രഹങ്ങൾ പങ്കുവെക്കുന്ന സമയത്ത് അത് തെറ്റായ രീതിയിലായിരിക്കും പോകുന്നത്. അതിനാൽ നിങ്ങൾ മറ്റുള്ളവരുമായി ഈ കാര്യങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടന്നു കിട്ടുന്നത് വരെയും പറയാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നിങ്ങളുടെ കാര്യങ്ങൾ നടന്നു കിട്ടിയെങ്കിൽ അവർക്കും ഇതുപോലെ അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി എടുക്കണം എന്ന ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് കാര്യമാണോ ചെയ്തത്, ഏത് മെത്തേഡാണോ പ്രയോഗിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വിജയം നേടുവാൻ സാധിച്ചത് എന്നുള്ള ആ കാര്യം നിങ്ങൾ അവരുമായി പങ്കുവെക്കാവുന്നതാണ്. വിവാഹം മാത്രമല്ല, തൊഴിൽ തടസ്സങ്ങൾ, പണം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം തടസ്സപ്പെട്ട് കിടക്കുന്നുണ്ടോ അതെല്ലാം നമുക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ പ്രാർത്ഥനയിലൂടെ നിറവേറ്റിയെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ സംസാരിക്കുന്നതും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രമായിരിക്കണം. പോസിറ്റീവായിട്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം നടന്നു കിട്ടുമെന്ന് സദാസർവ്വസമയം നമ്മുടെ മനസ്സിൽ അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുക. നാളെ നിങ്ങൾക്ക് കുറേ പണം കിട്ടിയാൽ നിങ്ങൾ എത്രമാത്രം സന്തോഷമായിരിക്കുമോ ആ സന്തോഷത്തോടു കൂടി തന്നെ നമ്മുടെ ഓരോ നിമിഷവും തള്ളി നീക്കുവാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ പെട്ടെന്ന് തന്നെ ഒരു മാറ്റം ഉണ്ടാകുവാനും ആ മാറ്റത്തിലൂടെ നമുക്ക് ജീവിതത്തിൽ മുന്നേറുവാനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ, സ്വിച്ച് വേർഡുകൾ, താന്ത്രികങ്ങൾ, വഴിപാടുകൾ എന്നിവയെക്കുറിച്ച് കൂടുതലായി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ നാരായണായ നമഃ. ഓം നമോ വെങ്കിടേശായ നമഃ.